എന്നാലും നീ കാണിച്ച മോശമായിപ്പോയി ഗിരി. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവന്റെ അയൽക്കാരി സൈനബ ദേഷ്യപ്പെട്ടു. കുട്ടിക്കാരൻ തൊട്ട് അവൻ എന്തുണ്ടെങ്കിലും ഓടിച്ചെന്ന് പങ്കുവെക്കുന്നത് സൈനബയോടാണ്. ആ കുട്ടിയെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? നിന്നെ മനസ്സിലിട്ടുകൊണ്ട് അവളെങ്ങനെയാടാ വേറൊരുത്തന്റെ ഭാര്യയാവുന്നേ? പിന്നെ ഞാൻ എന്തു വേണം സൈനത്ത? എല്ലാവരും നാണം കെടുത്തി അവള് ഭാര്യയാക്കണോ? അതൊക്കെ പ്രേമിക്കുന്നതിന് മുമ്പേ ആലോചിക്കണായിരുന്നടാ. അന്ന് നിനക്ക് അറിയില്ലായിരുന്നോ ഇത് നടക്കില്ലെന്ന്? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ കുമാരേട്ടൻ? അദ്ദേഹം പോയില്ലേ? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ കഴിഞ്ഞ അവളെ ഏറ്റവും സ്നേഹിച്ചത് നിന്നെയാ. ആദ്യം കുമാരേട്ടൻ, ഇപ്പൊ നീ. രണ്ടാളും നഷ്ടമായ അവൾ എങ്ങനെയാടാ സഹിക്കുക? അവിടെ അമ്മ നഷ്ടമായ അവൾക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ? സൈനബ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ഇന്നലെ ഉച്ചക്ക് അവിടെ അനിയൻ അർജുൻ കവലിലേക്ക് വന്ന് അമ്മ വിളിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ സുമതി ചേച്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മകളുടെ ഭാവി ഞാൻ തകർക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ എന്തെങ്കിലും കഴിച്ച് മരിക്കുമെന്നും പറഞ്ഞു. വേദന തിന്നു കഴിയുന്ന അവരുടെ പ്രതീക്ഷയാ മോള് കല്യാണം കഴിക്കുന്നു, പേരക്കുട്ടിയെ കൊഞ്ചിക്കുന്നു ഒക്കെ. അതില്ലാതായ ഒരു നിമിഷം പോലും ജീവിക്കില്ലെന്ന് എൻ്റെ മുഖത്തോക്കി പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യത്ത വാക്കുകൊടുക്കേണ്ടി വന്നു. ഇക്കാര്യം അമൃതക്ക് അറിയൂ? ഇല്ല, ഞാൻ പറഞ്ഞ അമ്മയും മോളും വഴക്കാവും. അവരുടെ ആരോഗ്യം വളരെ മോശമാവും. എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. അത് പോട്ടെ, എനിക്ക് ഈ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുത്തിയ ശീലം. ആദ്യം അച്ഛൻ, പിന്നെ കുമാരേട്ടൻ, ഇപ്പൊ അമ്മ. സാരമില്ല, എവിടെയെങ്കിലൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഒരു കരച്ചിൽ അവൻ്റെ വാക്കുകൾ മുറിച്ചു. സൈനബ അവനെ മാറോട് ചേർത്തു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പുറത്തെ വീണ്ട ജനാലയിലൂടെ സുജാത കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഗിരി, നീ വീട്ടിൽ പോയില്ലേ? ഒരു ചോദ്യം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു. വാസുവായിരുന്നത്. അപ്പോഴാണ് അത്രയും നേരം അമ്പലക്കുളത്തിനരികിരുന്ന് ഭൂതകാലത്തിലൂടെയുള്ള ഒരു സഞ്ചാരത്തിലായിരുന്നു താനെന്ന ബോധം അവന് വന്ന്. ഇല്ല വാസുവേട്ടാ, ഞാൻ വെറുതെ. വാസു ടോർച്ച് ഓഫ് ചെയ്ത് അവന്റെ അരികിലിരുന്നു. ആകാശത്ത് പൂർണ്ണചന്ദ്രനെ മേഘം പൊതിയുന്നു. ഇനിയും മഴ വരാൻ സാധ്യതയുണ്ടെന്നാ തോന്നണേ. വാസുവേട്ടൻ എന്തത്ര വൈകിയത്? അമ്പല കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നടാ. എല്ലാവരും ഓരോ ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണ്ട മീറ്റിംഗ് തുടങ്ങാൻ. അതാ വൈകിയത്. അതുപോട്ടെ, ആ കുമാരന്റെ മോന്റെ പ്രശ്നം എന്തായി? ഓരോ കൂട്ടിയിട്ട് ചെന്ന് ചാടുന്നല്ലേ. അന്വേഷിച്ചിടത്തോളം ഇതുവരെ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതിൽ പെടുന്നതിന് മുമ്പ് രക്ഷിക്കണം. കുടുംബത്തിനെ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ അതിന്? മൂത്തവൻ ഭാര്യയുടെ കൂടെ വിദേശത്ത് സൂഹിക്കുന്നു, അമ്മയാണെങ്കിൽ രോഗി. ആ പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗിരിയൊന്നും മിണ്ടിയില്ല. അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. താലികെട്ടും കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ദിവസം തന്നെ ആ പയ്യൻ ഷോക്കടിച്ച് മരിച്ചു. അവളുടെ ദോഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് എല്ലാവരും പറഞ്ഞു നടന്നു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടും സ്വൈര്യല്ല. ആ വലിയ ചെക്കൻ അവൻ്റെ ഭാര്യ എന്തൊക്കെയാ അതിനെ പറയുന്നത്? എല്ലാം സഹിച്ചു കൊടുക്കും. അതിൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റി. ഡിപ്രഷൻ്റെ ലാസ്റ്റ് സ്റ്റേജാണെന്നാ അന്നൊരിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു. ഏതോർമ്മയിൽ വാസു ഒരു നിമിഷം നിശബ്ദനായി. കയ്യിലെ ഞരമ്പ് മുറിച്ച് ചോരയിൽ കുളിച്ച് കിടന്ന ആ കുട്ടിയുടെ രൂപം അതിന്നും മനസ്സിലുണ്ട് ഗിരി. ഞാൻ ആ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയത്. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷേ അന്ന് തൊട്ട് അവളാകെ മാറി. പണ്ട് ഇവിടെയൊക്കെ തുള്ളിച്ചാടി നടന്നിരുന്ന വായാടി പെണ്ണല്ല. എല്ലാ ഉള്ളിലൊതുക്കിയൊരു യന്ത്രത്തെ പോലെ അവളിന്ന് അമ്മയ്ക്കും അനിയനും വേണ്ടി ജീവിക്കുന്നു. ഗീതാ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ എൻ്റെ ഒരു ബന്ധുള്ളതുകൊണ്ട് അവിടെ ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റി. കുമാരൻ്റെ മോൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ അതോടൊപ്പം നല്ല പേടി. അന്ന് കീമോ ഒക്കെ കഴിഞ്ഞപ്പോൾ സുമതിയുടെ അസുഖം മാറിയെന്ന് കരുതിയതാ. പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നു. അല്ലെങ്കിലും ക്യാൻസറൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നത് വളരെ അപൂർവമാണല്ലോ. സുമതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താവും? വാസു ഒന്ന് വിശ്വസിച്ചു. പിന്നെ അവനെ നോക്കി. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ട് നീ അവളെ എന്ത് നേടിയിരി? അവൻ തലവനിച്ചിരിക്കുകയാണ്. അവളുടെ കല്യാണം തീരുമാനിച്ചതിൽ അടുത്ത ദിവസം നാട് വിട്ടു പോയവനാ നീ. എന്നിട്ട് സമാധാനം കിട്ടിയോ? എത്ര കാലം ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടാ? നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമാണെന്ന് പറഞ്ഞ് അമ്മയെ അകറ്റി നിർത്തി. നീ കാരണം മറ്റുള്ളവർ വേദനിക്കരുതെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണിനെ അകറ്റി നിർത്തി. ഇതൊക്കെ കൊണ്ട് നീ എന്താടാ നേടിയത്? ഗിരി മറുപടിയൊന്നും പറഞ്ഞില്ല. മാമനും ബന്ധുക്കളും ഒറ്റപ്പെടുത്തും, സുമതി ഹൃദയം പൊട്ടി മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പിരിഞ്ഞ്. എന്നിട്ടിപ്പോൾ ആ മാമനും ബന്ധുക്കളൊക്കെ എവിടെ? കല്യാണ ദിവസം വിധവയായിട്ട് പകച്ചുന്ന പെണ്ണിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഒരു നാറികളും ഉണ്ടായിരുന്നില്ല. പകരം എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി. മറ്റൊരുത്തരം മനസ്സിലിട്ട് താരിയെട്ടാൻ നിന്നുകൊടുത്തോണ്ടാ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ അവിടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയ പേട്ടൻ്റെ വക വേറെയും. ആ നാറി തൻ്റെ കല്യാണത്തിന് പോലും അവളെ പങ്കെടുപ്പിച്ചില്ല. ലോകത്തെവിടെയും കേട്ടുകേൾവിയുള്ള കാര്യമാണോ ഇത്? ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടില്ല പോലും. ഇതൊക്കെ കൊണ്ടാ ആ കുട്ടി ചാവാൻ ശ്രമിച്ച്. കൗൺസിലിംഗ് കൊണ്ടൊക്കെ ഇപ്പം മാറ്റമുണ്ട്. പക്ഷെ എത്ര നാള് നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലടാ? വാസുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തിയാണ്. ആ ഒരു സങ്കടത്തോടെ അയാളെ നോക്കി. എനിക്ക് വേണ്ടി സൈനത്ത് അമ്മുവിനോട് സംസാരിച്ച് വാസുവേട്ടൻ അറിയാലോ. സ്വന്തം കൂടപ്പിറപ്പുവരെ ഭ്രാന്തി എന്ന് വിളിച്ച പെണ്ണിനെ ഗിരിയേട്ടന് വേണ്ടെന്നാ അവളെ നിത്യയോട് പറഞ്ഞു. ഇനി ഇക്കാര്യം പറഞ്ഞ ആരോട് അടുത്തേക്ക് പോവേണ്ടെന്നു.
പിന്നെ ഞാൻ എന്താ ചെയ്യുക വാസുവേട്ടാ? എടാ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ പൊട്ട. അവള് കാരണം നിന്റെ ജീവിതം നശിക്കണമെന്ന് കരുതിയിട്ട്. എൻ്റെ ജീവിതം തന്നെ അവളല്ലേ വാസുവേട്ടാ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. കൂടെ വരാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ 5 വർഷം ഗൾഫിൽ തന്നെ നിന്ന്. ഈ നാട്ടിൽ അവളെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ കഴിയും. സാരമില്ല, ഇന്ന് അവളുടെ ലോകം വേറെയാ. അവിടെ ഞാനില്ലെന്നറിയാം. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവൻ എഴുന്നേറ്റു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാനായിട്ട് തന്നെ തിരുത്തണം. പിന്നീട് അവസരം കിട്ടിയില്ലെങ്കിലോ? ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവൻ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. അബി പൈസ വല്ലതും അയച്ചെന്ന അമ്മു? രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ സുമതിയുടെ ചോദ്യം കേട്ട് അമൃത തിരിഞ്ഞു നിന്നു. പിന്നെ ഒരു 10 ലക്ഷം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ഒറ്റ കഥ കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ടാ. അവളുടെ പരിഹാസം മനസ്സിലായതോടെ സുമതി മൗനം പാലിച്ചു. കടിഞ്ഞൂൺ കൺമണി ഖത്തറിൽ പോയി കാശുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയല്ലോ. എത്ര തവണ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും തന്നു? ഭാര്യയ്ക്കും ഭർത്താവിന് എപ്പോഴെങ്കിലും ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി റൂം വലുതാക്കാൻ അറ്റാച്ച്ഡ് ബാത്റൂം പണിയാൻ വേണ്ടി മാത്രമല്ലാതെ മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞിട്ട് 100 രൂപ കിട്ടിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ പ്രതീക്ഷ? ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ടാ. അവരുടെ ശബ്ദം താഴ്ന്നു. നിനക്ക് 1 രൂപ പോലും സ്വന്തം ആവശ്യത്തിന് ബാക്കിയാവുന്നില്ലല്ലോ. എന്റെ കഷ്ടപ്പാടും എന്റെ സങ്കടങ്ങളും 5 വർഷം മുമ്പ് ആരും കണ്ടിട്ടില്ല. ഇനി അതിന്റെ ആവശ്യമില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ചികിത്സ ഇതുവരെ മുടങ്ങിയോ? അർജുന്റെ പഠനം മുടങ്ങിയോ? ഇവിടെ പട്ടിണി എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? കടം വാങ്ങിയിട്ടാലും ഞാനിതൊക്കെ ചെയ്യുന്നേ നിങ്ങളുടെ മോന്റെ മുന്നിൽ കൈനീട്ടി നിന്ന് ഒറ്റ വാശി കൊണ്ടാ. അതുകൊണ്ട് മേലാ കാശാച്ചേരാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കരുത്. ഇനി അഥവാ ഞാൻ ചെയ്യുന്നൊന്നും പോരാന്ന് അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ ഒരു വിസ എടുത്ത് മോന്റെ അടുത്തേക്ക് പോയിക്കോ. മരുമോള് 2ാമത് ഗർഭിണിയാണല്ലോ. പേരെടുക്ക ഒരാൾ കൂടെയുള്ള നല്ലതാ. അവൾ ലഞ്ച് ബോക്സ് എടുത്ത് ബാഗിൽ വെച്ചു. നീങ്ങ് വന്നേ. അമൃത അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരവളെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടെന്ന് അറിയാമോ? വിവരക്കേടാണെന്ന് കരുതി നീ ക്ഷമിക്ക്. നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താ ചത്താ മതി എന്ന എൻ്റെ പ്രാർത്ഥന. അമൃത ചിരിച്ചു. എനിക്ക് പിന്നെ ആരാ ഉള്ളു? അതമ്മ ചിന്തിച്ചോ? ഞാൻ ഈ പരക്കം പായുന്ന കടമ തീർക്കാനല്ല. എനിക്ക് നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ടാ. പക്ഷേ ഇച്ചിരി സ്നേഹം പോലും കിട്ടാതാവുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഓരോ ദിവസം പോയി വരുന്നിടെ ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയോ? ഇല്ല, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ആരെയും അറിയിക്കാറില്ല. എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഞാൻ മോശക്കാരി. അങ്ങനെയൊന്നും പറയല്ലേ അമ്മു? സുമതി അപേക്ഷിച്ചു. നിനക്കൊരു ജീവിതം ഉണ്ടായിക്കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. ഒരിക്കലും അമ്മയുടെ ആഗ്രഹത്തിന് നിന്നതന്നല്ലേ. ഇനി വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാനിങ്ങനെ ജീവിച്ചോളാം. പിന്നെ അമ്മയുടെ കാലം കഴിഞ്ഞതിന് ശേഷമല്ലേ അപ്പം ഞാനൊരു യാത്ര പോകും. ഒരുപാട് നാടുകളിലൂടെയൊക്കെ കറങ്ങി ഒടുക്കി എന്നെ ആരും തിരിച്ചറിയാത്ത എവിടെയെങ്കിലും മരിച്ചു വീണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അവൾ വാച്ചിൽ നോക്കി. അയ്യോ, നേരം വൈകി, ഞാൻ പോട്ടെ. ഭക്ഷണം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ രാജ് ചേച്ചി ഇടയ്ക്ക് വന്ന് അമ്മയെ നോക്കിക്കോളും. മരുന്നെടുത്ത് തരാൻ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വയ്യായിക്കൊണ്ട് എന്നെ വിളിക്കണം. അമൃത ബാഗും എടുത്ത് പുറത്തേക്ക് ഓടി. രാത്രി പതിവിന് വിപരീതമായി ഗിരി നേരത്തെ വരുന്ന കണ്ടപ്പോൾ സുജാത അമ്പരന്നെങ്കിലും ഒന്നും ചോദിച്ചില്ല. വേഗം അത്താഴം മേശപ്പുറത്തേക്ക് വെച്ച് പിന്നെ ഉമ്മറത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലടച്ച് തന്നെ മുറിയിൽ ചെന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞ് കാൽപ്പെരുമാറ്റം കേട്ട് അവർ തല ഉയർത്തി നോക്കി. ഗിരി മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. തല കറങ്ങി വീണ്ടും ഹോസ്പിറ്റലിൽ പോയെന്ന് സേനത്ത് പറഞ്ഞു. എന്താ പറ്റി? അവന്റെ ചോദ്യം കേട്ട് സുജാതയ്ക്ക് വിശ്വസിക്കാനായില്ല. 14-ാം വയസ്സിന് ശേഷം ഇന്ന് തന്റെ മകൻ തന്നോട് സംസാരിച്ചിരിക്കുന്നു. ഇത് സ്വപ്നമാണോ? ഏയ്, BP ലോ ആയതാ, പ്രശ്നമൊന്നുമില്ല. അവർ തലയിലെ മുറിവ് കെട്ടിയതിലൊന്ന് തൊട്ടുകൊണ്ട് പതിയെ പറഞ്ഞു. വീണപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അത്രയേ ഉള്ളൂ. സേനത്ത് പറഞ്ഞ് രക്തം ഒരുപാട് പോയെന്നാണല്ലോ. വയ്യെങ്കിൽ അടങ്ങിയിരുന്നോട്. എന്തിനാ പറമ്പ് വൃത്തിയാക്കാനൊക്കെ ഇറങ്ങിയത്? ശാസിക്കുന്ന പോലെയുള്ളൊരു സംസാരം. ഒരു കരച്ചിൽ സുജാതയുടെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു. എന്താണ് സംഭവിക്കുന്നത്? നാളെ ടൗണിലെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം, ഞാൻ വരാം. അവർ തലയാട്ടി. പിന്നെ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. കാലൊച്ച അടുത്ത് വരുന്നതായിട്ട് അറിഞ്ഞപ്പോൾ അവരുടെ ശരീരം വിറച്ചു. അച്ഛൻ മരിച്ച ശേഷം അവൻ ആദ്യമായിട്ടാണ് ആ മുറിക്കുള്ളിലേക്ക് കയറുന്നത്. അമ്മേ, ആ വിളിയിൽ സുജാത മിന്നലടിച്ച പോലെ പുളഞ്ഞു. പക്ഷെ അവർ എഴുന്നേറ്റില്ല. അവന്റെ നേരെ നോക്കിയില്ല. അമ്മേ, വീണ്ടും മൃദുവായ ശബ്ദത്തിൽ ഗിരി വിളിച്ചു. പ്രതികരണമില്ല. പക്ഷേ അവർ വിറകൊള്ളുന്ന അവൻ കണ്ടു. നിശബ്ദമായി കരയുകയാണ് അമ്മ. ഇത്രയും കാലത്തെ അവഗണന അവരെത്രത്തോളം ബാധിച്ചിരുന്നു എന്ന് ഇന്ന് അവൻ അറിയാം. സ്കൂളിലെ ജോലിയൊക്കെ അവർ മതിയാക്കിയിട്ട് കാലം കുറയായി. അടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വീട്ടിൽ നിന്ന് തയ്ച്ചും അവരുണ്ടാക്കുന്ന പൈസ മുഴുവൻ അവർ തനിക്ക് വേണ്ടിയാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. എന്നോടാവും മിണ്ടിയില്ലെങ്കിലും കൂടെയുള്ളപ്പോൾ ഒരു ധൈര്യമായിരുന്നു സൈനത്ത്. ഇപ്പൊ വല്ലാത്ത പേടി തോന്നുന്നു. എനിക്ക് വേറെ ആരാ ഉള്ളു? അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചിതക്ക് തീ കൊടുത്ത് അവനോട് പറയണേ. ആ നേരത്തെങ്കിലും ആ വെറുപ്പൊന്ന് മാറ്റിവെക്കാൻ അവനോട് പറയണം. താൻ ഗൾഫിലായിരുന്നപ്പോൾ അമ്മ സൈനത്തയോട് പറഞ്ഞതാണ്. ഒരിക്കൽ വിളിച്ചപ്പോൾ സൈനത്തിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടതിൻ്റെ അടുത്ത ദിവസം എല്ലാം മതിയാക്കി ഇങ്ങോട്ട് വന്നു. പക്ഷെ ഒരാഴ്ചയായിട്ടും ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ജാള്യത എന്ന് സംസാരിച്ചു തുടങ്ങുന്നറിയാതെ കുഴങ്ങുകയായിരുന്നു. പക്ഷെ ഇന്ന് വൈകുന്നേരം സൈനത്ത അമ്മ തലയിറങ്ങി വീണു എന്നറിയിച്ചപ്പോൾ ധൈര്യം സംഭരിച്ച് മിണ്ടിയതാണ്. ഗിരിമെല്ലെ സുജാതയുടെ കാൽപാദത്തിൽ പിടിച്ചു. അവർ പിടഞ്ഞെഴുന്നേറ്റു.